ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് വീട്ടിൽ തന്നെ ഒറിജിനൽ അറബിക് കുനാഫ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ഇപ്പം ഞാനിതാ കുനാഫൻ്റെ ഡോ എടുത്തിട്ടുണ്ട്. ഞാൻ എടുത്തത് 500 ഗ്രാമിൻ്റെ പാക്കാണ്. ഇത് മുഴുവനായിട്ടും വേണ്ട ഒരു കുനാഫ ഉണ്ടാക്കാൻ. അതിൻ്റെ നേരെ പകുതി മതി. 250 ഗ്രാം മാത്രം മതി ഒരു കുനാഫ ഉണ്ടാക്കാൻ. ഇപ്പോൾ അതായത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇത് ഫ്രീസറിൽ നിന്ന് ഒരു 2 മണിക്കൂർ മുമ്പെങ്കിലും പുറത്തെടുത്ത് വെക്കണം. ഈ കുനാഫൻ്റെ ഡോ ഒരു കുനാഫ ഉണ്ടാക്കാൻ 250 ഗ്രാം മതി. അതിൻ്റെ നേരെ പകുതിയാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. നല്ല തിന്നായിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി കട്ട് ചെയ്ത് വെച്ച കുനാഫൻ്റെ ഡോലൊന്ന് കൈ വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. അതെല്ലാം ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി വേറൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ബട്ടറാണ്. ഞാൻ 100 ഗ്രാം ബട്ടർ മെൽറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ. മെൽറ്റ് ചെയ്ത ബട്ടർ തന്നെ യൂസ് ചെയ്യണം. ഇതിൽ 250 ഗ്രാം ഇത് കുനാഫൻ്റെ ഡോക്ക് 100 ഗ്രാം ബട്ടറാണ് കേട്ടോ ചേർക്കേണ്ടത്. അത് മുഴുവനായിട്ട് ആദ്യം തന്നെ ചേർക്കണ്ട, കുറച്ചായിട്ട് ചേർത്ത് കൈ വെച്ചിട്ട് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ ഇത് 2 സെക്ഷനായിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നുള്ളത്. ഇനി നല്ല പോലെ ഒന്ന് കൈ വെച്ചിട്ട് തന്നെ എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ബട്ടർ നല്ല പോലെ മെൽറ്റ് ചെയ്തിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അങ്ങനെ ഇതാ കുനാഫൻ്റെ ഡോയിലേക്ക് ബട്ടറെല്ലാം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇതുപോലെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അധികം ബട്ടർ ഒഴിച്ചാലേ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള കുനാഫ കിട്ടുള്ളൂ. ഇനി നമുക്ക് കുനാഫയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രീം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി 1 കപ്പ് പാലാണ് കേട്ടോ വേണ്ടത്. പാൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് കട്ടയൊന്നുമില്ലാതെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കോൺഫ്ലവറിൽ നല്ല പോലെ പാലിൽ മിക്സ് ചെയ്തെടുക്കുക. ഞാൻ 1 കപ്പ് പാൽ കുറച്ചായിട്ട് ഒഴിച്ചിട്ടാണ് കേട്ടോ മിക്സ് ചെയ്തെടുക്കുന്നുള്ളത്. കോൺഫ്ലവറും പാലെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ക്രീം ആഡ് ചെയ്യുക. ഞാനിപ്പോൾ തിക്ക് ക്രീമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഫ്രഷ് ക്രീമോ വിപ്പിംഗ് ക്രീമോ എടുക്കുക നിങ്ങൾക്ക്. ഞാനിപ്പോൾ തിക്ക് ക്രീമാണ് എടുത്തിട്ടുള്ളത്. അത് 100 ഗ്രാമിൻ്റെ ചെറിയൊരു പാക്കും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ക്രീമെല്ലാം നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനും. ഫ്ലെയിം ഹൈ ആവാൻ പാടില്ല. ഇത് നമുക്ക് നല്ലപോലെ തിക്കാവുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. കട്ടയൊന്നുമില്ലാതെ നല്ല ക്രീമി ആയിട്ട് വരണം. ഇതുപോലെ നല്ല ക്രീമി ആയിട്ട് വന്നതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം. നല്ല ക്രീമി ആയിട്ട് വരണം കേട്ടോ. നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ ക്രീമാക്കി എടുക്കണം. ഇനി കുനാഫ ഒന്ന് സെറ്റ് ചെയ്യുക. ഞാനിങ്ങനത്തെ ഒരു കേക്കിൻ്റെ മോൾഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലത്തെ ഷേപ്പിലുള്ള പാത്രം ആയാലും മതി. അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം കുനാഫ ഡോൻ്റെ നേരെ പകുതി എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമ്മൾ എടുത്തതിൻ്റെ നേരെ പകുതി എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കുന്നുണ്ട്. നല്ല പോലെ അമർത്തി ഒരേപോലെ ആക്കി കൊടുക്കുക കേട്ടോ എല്ലാ സൈഡിലും. എല്ലാ സൈഡിലും ഒരുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ സൈഡിലും തന്നെ നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക.
ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ക്രീമും കൂടി ആഡ് ചെയ്യുക. ക്രീം ഇടുമ്പോൾ ഇല്ലേ സൈഡിലൊന്നും ഇടാൻ പാടില്ല, നമ്മൾ സെൻറ്ററിൽ തന്നെ ഇടാൻ നോക്കാം കേട്ടോ. സൈഡിലൊന്നും ആവാതെ സെൻറ്ററിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഉണ്ടാക്കിയ മുഴുവൻ ക്രീമും ഇതിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. ഫുള്ള് ക്രീം ഇതിലിട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ, കട്ടയൊന്നുമില്ലാതെ. അതിനുശേഷം ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ മൊസറല്ല ചീസാണ് എടുത്തിട്ടുള്ളത്. ഇതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് കുനാഫക്ക്. ചീസ് നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, പക്ഷെ ചീസ് ഇട്ടാലേ നമുക്ക് ഒറിജിനൽ കുനാഫൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ. ഞാൻ കുറച്ചധികം തന്നെ മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചീസ് ഇട്ടതിന് ശേഷം ബാക്കിയുള്ള കുനാഫ ഡോം കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ചുറ്റിലും ഇട്ട് നല്ല പോലെ ഒന്ന് ഗ്യാപ്പൊന്നും ഇല്ലാതെ വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ. നല്ല പോലെ ഒന്ന് പരത്തി കൊടുക്കുക ഇട്ടതിന് ശേഷം. കുനാഫ ഡോ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷമില്ല ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കൈ വെച്ചിട്ട് ഓവറായിട്ട് പ്രസ് ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് മെല്ലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതാ കുനാഫ ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു വലിയൊരു പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നല്ല കട്ടിയുള്ള ഒരു പാൻ തന്നെ എടുക്കാൻ നോക്കുക, അടികട്ടിയുള്ള. അതിലേക്ക് ചെറിയൊരു പാത്രം വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു തട്ട് പോലെ. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കുനാഫ വെച്ച് കൊടുക്കാം. ഇതിൽ ഇങ്ങനെ വേവിച്ചെടുത്താലല്ലേ നമുക്ക് പെർഫെക്റ്റായിട്ട് ഓവനിൽ തന്നെ വേവിക്കുന്ന ആ ഒരു ടെക്സ്ചറിലെല്ലാം കിട്ടും കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം വേണം കേട്ടോ ഇതിലേക്ക് വെച്ച് കൊടുക്കാൻ. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. പിന്നെ ഈ അടപ്പിൽ നമുക്ക് ചെറിയൊരു ഹോൾ ഉണ്ടാകുന്നില്ലേ, അത് അടച്ചു കൊടുക്കണം കേട്ടോ. ടിഷ്യൂ പേപ്പറോ ഫോയിൽ പേപ്പറോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ആ ഹോളൊന്ന് അടച്ചു കൊടുക്കുക. ഇനി കുനാഫ 30 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. 30 മിനിറ്റോ അല്ലെങ്കിൽ 25 മിനിറ്റോ ഓരോ പാൻ്റെ കണക്കനുസരിച്ചിട്ടായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ 30 മിനിറ്റ് എടുത്തിന് ഇതൊന്ന് കുക്ക് ചെയ്ത് വരാൻ. ഇത് നമുക്ക് കുക്കായോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയാൽ കാണും കേട്ടോ. സൈഡെല്ലാം നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ടുണ്ടാവും. ആ ടൈമിൽ നമുക്ക് ഇതൊന്ന് മാറ്റി കൊടുക്കാം കേട്ടോ. സൈഡിൽ കളറിൽ ചെറുതായിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിട്ട് വരുമ്പോൾ തന്നെ നമുക്കിതൊന്ന് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം വേറൊരു പാനിലേക്ക്. അത് വേണ്ടിയിട്ട് ഒരു പാൻ എടുത്ത് അതിലേക്ക് ബട്ടർ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഫ്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഓവറായിട്ട് കളർ ചേഞ്ച് ആവണമെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചും ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൽ വേണ്ടിയിട്ട് ഷുഗർ സിറപ്പ് റെഡിയാക്കാം. ഞാനൊരു പാനിലേക്ക് 3/4 കപ്പ് ഷുഗർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേ അളവിൽ തന്നെ വെള്ളം കൂടി ആഡ് ചെയ്യാം കേട്ടോ. 3/4 കപ്പ് വെള്ളം കൂടി ഇട്ടിട്ട് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഷുഗർ സിറപ്പ് അങ്ങനെ മെൽട്ടായിട്ട് ഇങ്ങനെ ഒറ്റനൂൽ പരിവായിട്ടൊന്നും വരണമൊന്നുമില്ല കേട്ടോ. നമുക്ക് നല്ല പോലെ ഒന്ന് മെൽട്ടായിട്ട് കിട്ടിയാൽ മതി ഷുഗറെല്ലാം. ഇനി ഇതിലേക്ക് 2 ഏലക്ക പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക. അങ്ങനെ ഇതാ ഷുഗർ സിറപ്പ് നല്ല പോലെ തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചു കൊടുക്കുക. പകുതി നാരങ്ങൻ്റെ ഒരു നീര് മതി കേട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ച് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. അങ്ങനെ ഇതാ കുനാഫ റെഡി ആയിട്ടുണ്ട്, നല്ല ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിസ്ത പൊടിച്ചതും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നട്ട്സിൽ ഇഷ്ടമുള്ളവർ മാത്രം ഇത് ഇട്ട് കൊടുത്താൽ മതി. പിസ്ത ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കുന്ന ടൈമിൽ. ഇനി ഞാനിപ്പോൾ ഇതാ അങ്ങനെ ചുറ്റിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിസ്ത പൊടിച്ചത്.
അങ്ങനെ ഇതാ നമ്മൾ കുനാഫ റെഡി ആയിട്ടാ. ഇനി ചെറിയൊരു ചൂടോട് കൂടി തന്നെ ഇതിൻ്റെ മേളിലേക്ക് ഷുഗർ സിറപ്പും കൂടി ഒഴിച്ചു കൊടുക്കുക. ചെറിയ ചൂടോട് കൂടി ഒഴിച്ചാൽ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കഴിക്കുന്ന ടൈമിൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കുനാഫ അല്ലേ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് കേട്ടോ ശരിക്കും ഒറിജിനൽ അറബികളുടെ കുനാഫ ഇത് തന്നെയാണ് കേട്ടോ. എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.